അത് വരും കാലങ്ങളിൽ തെളിയിക്കും അത് ശരിയായിരുന്നോ തെറ്റാണോ എന്നുള്ളത്. അത് അല്ലാതെ അതിനെക്കുറിച്ച് നമുക്കൊന്നും ഒരു പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം CPM-ൻ്റെ അകത്തുള്ള ചില പ്രശ്നങ്ങളാണ് അതൊക്കെ. ആ മക്കളൊക്കെ തിരിച്ചു വരുമ്പോൾ പാരൻസിൻ്റെ പ്രോപ്പർട്ടി തിരിച്ചെടുക്കാൻ പറ്റാതെ തിരിച്ചടവില്ല ജപ്തികളിലും വാങ്ങുമ്പോൾ ആ കുടുംബങ്ങളും അവസാനം പോകുന്നതിലേക്കൊക്കെ തന്നെയാണ്. സർക്കാർ അതിനെതിരെ എന്ത് ചെയ്യണം, ഉണർന്ന് പ്രവർത്തിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർ പരിശോധനയ്ക്ക് വന്നപ്പോൾ ഇറങ്ങി ഓടേണ്ടി വന്നത്. പക്ഷെ അത് വന്ന് എപ്പോഴാണ്? ആ ഒരു നടി അതിനെപ്പറ്റി പ്രതികരിച്ചുകൊണ്ട് മാത്രമാണ്. അതേ സമയത്താണ് കൊല്ലം പൂരം, പ്രസിദ്ധമായ കൊല്ലം പൂരത്ത് ഒരു വിഭാഗം ഉയർത്തിയ കൊടിമാറ്റത്തിലും സമാനമായ രീതി ഖഡ്ഗേവാറിൻ്റെ ചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടായി. പലരും വെറുതെ സിനിമ പിടിക്കുന്നു എന്നുള്ളതിലേക്ക് പോവാണ്. അതിൽ കണ്ടൻറ്റ് എന്തെങ്കിലും ജനങ്ങൾക്കൊരു സന്ദേശം നൽകുന്ന തരത്തിലുള്ള എന്തെങ്കിലും കണ്ടൻറ്റുള്ള സിനിമകളൊന്നുണ്ടോ? വെറും അടിപിടിയും കുറേ പ്രശ്നങ്ങളും കുറേ ഇതുമില്ലാതെ. ഏവർക്കും ഈ വാരത്തിലെ നിലപാടിലേക്ക് സ്വാഗതം. NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ NA മുഹമ്മദ് കുട്ടിയാണ് നിലപാടിൽ നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം സർ. നമസ്കാരം. ശ്രീമതി ദിവ്യ എസ് അയ്യർ എല്ലാവർക്കും സുപരിചിതയാണ്. ഒട്ടേറെ സൈബർ മേഖലയും മറ്റും സജീവമായി ഇടപെട്ടുകൊണ്ടൊക്കെ വാർത്തകളിൽ ഇടം നേടിയ ഒരു വനിതാ IAS ഉദ്യോഗസ്ഥ കൂടിയാണ്. അവർ സമീപകാലത്ത് നടത്തിയൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു സാമൂഹ്യ മാധ്യമ കുറിപ്പ് വലിയ വിവാദമായിരിക്കുകയാണ്. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോട് ചേർത്തിട്ടായിരുന്നു ആ ഒരു പോസ്റ്റ്. ഒരു രാഷ്ട്രീയ നിയമനം ലഭിക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അതും ഒരു ഉന്നത നേതൃസ്ഥാനത്തുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് പറയുവാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയാണോ അവരിൽ നിന്നുണ്ടായത്? ഇതിലെ പ്രശ്നം എന്താണെങ്കിൽ മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ഉള്ള ഒഫീഷ്യൽസ് അവരാരും ഇങ്ങനെയൊന്നും ഒരു കാര്യങ്ങളും പ്രതികരിക്കാറില്ല. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടേതിന് ശേഷം ഇപ്പോൾ പല ഒഫീഷ്യൽസും പേരെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർ സ്വയം പലതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല തന്നെയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെങ്കിൽ അവരുടെ ഭർത്താവ് ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ്, കേരളത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ വൈഫാണ് ഇവർ ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൽ മാറി വരും, നാളെ പ്രതിപക്ഷം ഗവൺമെൻറ്റിൽ വരാം. അപ്പോൾ അതനുസരിച്ച് അവർ കുറച്ചുകൂടിയും സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതായിരുന്നു. അത് അവരുടെ ഭർത്താവിനോട് വ്യക്തമായിട്ട് ചെറിയൊരു നോട്ടപ്പശ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ മറ്റൊരാൾ പ്രശാന്ത് ഇന്നലത്തെ ചീഫ് സെക്രട്ടറിയുടെ അഭിമുഖത്തിന് ശേഷം രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള അത്തരം കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ട് പറയേണ്ട ആവശ്യമുണ്ട്? അയാൾക്ക് അതിനെതിരെ അവരുടെ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ എല്ലാ ഓപ്ഷനും ഉണ്ടല്ലോ. തീർച്ചയായും കേസിന് പോകാം, മറ്റു കാര്യങ്ങൾക്ക് പോകാം. അല്ല പുറത്ത് വന്ന് പേരെടുക്കാൻ വേണ്ടി വെറുതെ പറയുന്ന ആ ഒരു പ്രവണത തെറ്റാണെന്നാണ്. അത് ആര് നടത്തിയാലും ഏത് ഗവൺമെൻറ് കാലത്താണെങ്കിലും ഏത് കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള മാന്യത ഉണ്ടല്ലോ. അത് ഇന്ന് നിലനിർത്തുന്നില്ല പലരും. അതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ കണ്ണൂരിലെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയായിട്ട് KK രേഖാശ് സ്ഥാനം വെക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ നിന്ന ഒരാൾക്ക് വീണ്ടും കണ്ണൂർ രാഷ്ട്രീയത്തെ പാർട്ടിയുടെ കിരീടവും ചെങ്കോലും ഏറ്റെടുക്കുമ്പോൾ അതേ സാഹചര്യത്തിൽ തന്നെ P ജയരാജൻ CPM-ൽ ഒന്നുമല്ലാതെയായിരിക്കുന്നു. വളരെ ജൂനിയറായ രാകേഷ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആകുന്നു. CPM-ലെ കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഈ സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് CPM എന്ന പാർട്ടിക്ക് അതിനുള്ള പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നുള്ള വളരെ ശക്തരായിട്ട് നേതാക്കന്മാരുണ്ട്. അവർ പെരുമാലോചിച്ചിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെയും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറേ ആളുകൾ അതിന് എതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് റിപ്പോർട്ട് അദ്ദേഹത്തിന് അടുത്ത പ്രാവശ്യം അവിടെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടിയാണെന്നും പറയുന്നുണ്ട്. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പല ഇതാണ്. അത് വരും കാലങ്ങളിൽ തെളിയിക്കും അത് ശരിയായിരുന്നോ തെറ്റാണോ എന്നുള്ളത്. അത് അല്ലാതെ അതിനെക്കുറിച്ച് നമുക്കൊന്നും ഒരു പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം CPM-ൻ്റെ അകത്തുള്ള ചില പ്രശ്നങ്ങളാണ് അതൊക്കെ എന്ന് മാത്രമേ കരുതേണ്ട ആവശ്യമുള്ളൂ. ഈ മുമ്പ് ചലച്ചിത്ര മേഖലയിൽ എല്ലാവർക്കും സുപരിചിതനായൊരു താരമാണ് ഷൈൻ ടോം ചാക്കോ. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വിവാദങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നത്. ഒന്നൊരു പ്രമുഖ നടി
നടിയോട് മോശമായി പെരുമാറിയ തരത്തിലേക്കുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്നു. രണ്ടാമത് കൊച്ചിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ നിന്നും ഡാൻസ് ഓഫ് സംഘം ലഹരി പരിശോധനയ്ക്ക് വന്നപ്പോൾ അവിടെ നിന്നും ഈ താരം ഇറങ്ങി ഓടി എന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. ഒരു ഉത്തരവാദിത്തപ്പെട്ട സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനിൽ നിന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിൽ വളരെ നേരത്തെ തന്നെ ഈ സിനിമ, ഈ കലാരംഗത്തെല്ലാം ഒട്ടനവധി ആളുകൾ ഈ പറയുന്ന ലഹരിക്ക് അടിമയാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അവരിൽ നിന്നുള്ള ആളുകൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്ന് മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതായത് രാത്രി 3 മണിക്ക് സംവിധാനം വിളിച്ചോണ്ടിട്ട് ഈ കഞ്ചാവ് വേണമെന്ന് പറഞ്ഞൊരു നടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. പക്ഷേ സർക്കാർ അതിനെതിരെ എന്ത് ചെയ്യണം, ഉണർന്ന് പ്രവർത്തിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർ പരിശോധനയ്ക്ക് വന്നപ്പോൾ ഇറങ്ങി ഓടേണ്ടി വന്നത്. പക്ഷെ അത് വന്ന് എപ്പോഴാണ്? ആ ഒരു നടി അതിനെപ്പറ്റി പ്രതികരിച്ചുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള നിലയ്ക്ക്. അതിനു മുമ്പ് നേരത്തെ ഇവർക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൂടെ? നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം എന്ന് പറഞ്ഞാൽ പോലീസിലൊക്കെ വളരെ കൃത്യമായിട്ട് ഏത് കാര്യങ്ങളെ കുറിച്ച് വിവരങ്ങൾ നേടുന്നതിനുമുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് മിണ്ടാണ്ടിരിക്കുകയാണ്. ഇത് മാറണമെങ്കിൽ തീർച്ചയായും ഇത്തരത്തിൽ ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും മാറ്റി നിർത്താനായിട്ട് സമൂഹം തയ്യാറാവണം. അത്തരം ആളുകളുടെ സിനിമ കാണണ്ടെന്ന് വെച്ചാൽ തന്നെ അവരിൽ നിന്ന് ഔട്ടായില്ലേ? അത്തരത്തിലൊരു നടപടിയാണ് ഇതിന് ആവശ്യം. ഇവിടെ അങ്ങ് ഒരു ചലച്ചിത്ര മേഖലയിൽ കൂടി സജീവമായി നിലകൊണ്ട ഒരാളാണ്. ഒരു നായക വേഷത്തിലാണെങ്കിലും സിനിമയുടെ മറ്റെല്ലാ മേഖലകളിലും ഇടപെടലുകൾ നടത്തിയിട്ടുള്ള, സാംസ്കാരിക രംഗത്ത് ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ മലയാള സിനിമ, ഇപ്പം തമിഴ് സിനിമകളെ പോലെയൊന്നും അത്ര കണ്ട് വീരാരാധനയൊന്നും ഇല്ലെങ്കിലും മലയാള സിനിമയെ ആരാധിച്ച കുറേയധികം ആളുകളുണ്ട്. എന്നാൽ സമീപകാലത്തായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാവട്ടെ, ലഹരിയുടെ വർദ്ധിച്ച ഉപയോഗമാവട്ടെ, ഇതുകൊണ്ടൊക്കെ മലയാള സിനിമയോട് ഒരു അകലം നമ്മുടെ പ്രേക്ഷകർക്കും പൊതുസമൂഹത്തിനും വന്നിട്ടുണ്ടല്ലോ. അത് എന്നെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും മറ്റുമാണോ മലയാള സിനിമയെ തകർക്കുന്നത്? ഇല്ല, അതൊന്നല്ല. നല്ല സിനിമകളെ എന്നും എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. നല്ല സിനിമകൾ ഇപ്പോൾ കുറവാണ്. ഒട്ടനവധി സിനിമകൾ വരുന്നുണ്ട്. അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമാണ് അതിൽ വരുന്നത്. പിന്നെ പല സിനിമകളും വിജയിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ അടുത്ത് നടന്ന ഇതുണ്ടല്ലോ, ഓരോ അപവാദങ്ങളുണ്ടാക്കി അതിനെതിരെ സമരങ്ങളുണ്ടാക്കി എന്നിട്ട് സിനിമയെ വിജയിപ്പിക്കുന്ന പലതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നം എന്താ? പണ്ട് കാലത്ത് നല്ല സംവിധായകരുണ്ടായിരുന്നു, നല്ല കലാകാരന്മാരുണ്ടായിരുന്നു, നല്ല സിനിമകളുണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിൽ മൊത്തത്തിലെടുക്കുമ്പോൾ അതിൻ്റെ എണ്ണം കുറവാണ്. പലരും വെറുതെ സിനിമ പിടിക്കുന്നു എന്നുള്ളതിലേക്ക് പോവുകയാണ്. അതിൽ കണ്ടൻറ്റ്, എന്തെങ്കിലും ജനങ്ങൾക്കൊരു സന്ദേശം നൽകുന്ന തരത്തിലുള്ള എന്തെങ്കിലും കണ്ടൻറ്റുള്ള സിനിമകളൊന്നുണ്ടോ? വെറും അടിപിടിയും കുറേ പ്രശ്നങ്ങളും കുറേ ഇതുമില്ലാതെ മറ്റൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മലയാള സിനിമ തരം താഴ്ന്നു പോയിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അതാണ്. ഇവിടെ പാലക്കാട്ടെ ഹെഡ്ഗേവറിൻ്റെ വിവാദം ആളിക്കത്തിയ ഒന്നാണ്. ഇപ്പോഴും അതിൻ്റെ അലയൊടികൾ അവസാനിച്ചിട്ടില്ല. അതേ സമയത്താണ് കൊല്ലം പൂരം, പ്രസിദ്ധമായ കൊല്ലം പൂരത്ത് ഒരു വിഭാഗം ഉയർത്തിയ കൊടിമാറ്റത്തിലും സമാനമായ രീതി ഹെഡ്ഗേവറിൻ്റെ ചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഉത്സവ സ്ഥലങ്ങൾ, പൊതു ഇടങ്ങളിലേക്ക് രാഷ്ട്രീയം കടന്നു വരുന്നതിന് എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? അല്ല, തെറ്റാണ്. ആരാധനാലയങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ളതിലോ ഒരിക്കലും മതത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ടല്ലാതെ അപ്പുറത്ത് രാഷ്ട്രീയത്തിന് വേണ്ടി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇന്നിപ്പോൾ ഹെഡ്ഗേവറിൻ്റെ ഉപയോഗിച്ചാൽ നാളെ പിന്നെ AKGയുടെയും EMSൻ്റെ ഒക്കെ പടം വെച്ചിട്ടും വരാം, എതിരെ ചെയ്യണമല്ലോ. അതുപോലെ മറ്റുള്ളവരും പലതും നടത്താം. അത് തെറ്റാണ്. അത് ഇവിടെ ഈ രാഷ്ട്രീയം മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അതൊരു വാർത്തയാവുമ്പോൾ അതിനെതിരെ പ്രശ്നങ്ങളുണ്ടാക്കി ചില സമൂഹത്തെ ഒന്നിച്ച് കൂട്ടാമെന്നുള്ളതിലേക്കുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഈ ചെറായിലും അവസാനിപ്പുണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുനമ്പത്ത് ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ വളരെ ആലോചിച്ചുകൊണ്ട് പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി പല വേണ്ടാത്തരങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ്. ഇപ്പം അങ്ങ് മുനമ്പത്തെ പറ്റി പറഞ്ഞപ്പോഴാണ്, ഈ മുനമ്പത്ത് വഖഫ് ബില്ലോടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും BJP നേതാക്കളും ആവർത്തിച്ച് പറയുമ്പോഴും കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് വന്നപ്പോൾ എറണാകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് അവരിനിയും കോടതിയിൽ നിയമ നടപടികൾ തുടരേണ്ടി വരുമെന്നാണ്. അതായത് അപ്പം ഈ വഖഫ് ബില്ല് കൊണ്ട് മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായില്ല എന്ന് കേന്ദ്ര സർക്കാരും പറയാതെ പറയുകയല്ലേ? സംശയം എന്താ? ഇപ്പം ഇന്നലെ കോഴിക്കോട് ബിഷപ്പ് പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്തരത്തിൽ ഒരു പ്രശ്നം വന്നതിൻ്റെ ഇടയിൽ പല രൂപതകളും പല സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയപ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല.
അത് ഈ ഇന്നത്തെ സമൂഹത്തിലുള്ള വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള അവരെ അകറ്റുന്നതിന് ഉള്ളതിലേക്ക് ഇത് പോകരുത്. ഇതിൽ എല്ലാവർക്കും നല്ല സമീപനമാണ് എല്ലാ മതവിഭാഗങ്ങൾക്കുള്ളത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും തോന്നിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്. ഇത് അപ്പോൾ അതൊന്നും വളരെ വ്യക്തമല്ലേ. ചില രാഷ്ട്രീയ പാർട്ടികൾ അവർ ദുരുദ്ദേശത്തോടെ അവരാളെ കൂട്ടാൻ വേണ്ടി ഇത്തരം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് കുറേ ആളുകളെ പറ്റിച്ചു, കുറേ പാവങ്ങളെ അവിടെ ഇരുത്തി. അവിടുത്തെ പ്രശ്നം ഇന്ന് എല്ലാവരും 600 വീട്ടുകാരെന്ന് പറയുന്നത് ശരിക്കുള്ള കോടതിയിലോ അല്ലെങ്കിൽ കമ്മീഷൻ്റെ അടുത്ത് പോയിട്ടുള്ള 400 കുടുംബങ്ങളുടെ താഴെയാണ്. 600 ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെ തീർച്ചയായും കൃത്യമായി ആ ഡോക്യുമെൻറ്റ്സ് ഉള്ളവരും ബാക്കിയുള്ളവരും എന്ത് വേണം, അവർ പുനരധിപ്പിക്കണം. ഇതിന് എതിരായി ഒരാളും പറഞ്ഞിട്ടില്ല. ഏതൊരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പോലും ആരും അതിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല, ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാവരും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ്, എല്ലാ രാഷ്ട്രീയക്കാരും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിന് ഈ ഭൂമിയിൽ പട്ടയം പതിപ്പിച്ചു കൊടുത്ത് നിമിഷ നേരം കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നത്തെ എന്തുദ്ദേശത്തിലായിരിക്കും ഈ സംസ്ഥാന സർക്കാർ നീട്ടിക്കൊണ്ടു പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറഞ്ഞൊരു ഉദ്ദേശത്തിൽ എല്ലാവരും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. എൻ്റെ അടുത്ത് ഈ സംഭവം തുടങ്ങിയ സമയത്ത് നമ്മുടെ പാർട്ടിക്കാർ തന്നെ വൈപ്പിനുള്ളവർ വന്നിട്ട് പറഞ്ഞു, നമുക്കും അവിടെ പോയിട്ട് ആ സമരത്തിന് അനുകൂലമായി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിൻ്റെ പിന്നിൽ പല ദുരുദ്ദേശങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ പോയിട്ട് വെറുതെ ആളുകളെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഭാഗം ഇതിനുവേണ്ടി വോട്ടിന് വേണ്ടി അവിടെ ഇത് ചെയ്യുക, മറ്റൊന്ന് അതിൻ്റെ ആവശ്യമില്ല, ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മാറുന്ന ആളാണ് വളരെ വ്യക്തമായിട്ട്. കാരണം ചില തെറ്റുകൾ ഈ 2 വിഭാഗത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതെന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കുകയുണ്ടായി. അവിടുത്തെ ചർച്ചിന് ആകെ 20 സെൻറ്റാണ് ഉള്ളത്. ചർച്ച് നിൽക്കുന്ന 2 ഏക്കർ സ്ഥലത്താണ്, അതിന് ഡോക്യുമെൻ്റില്ല. അപ്പോൾ ഈ സ്ഥലം പലരും ഇതുപോലെ കയ്യേറിയിട്ടുണ്ട്. ഞാനൊരു വിഭാഗത്തെ കുറ്റം പറയാനില്ല, അതിലെ എല്ലാ വിഭാഗക്കാരും അവിടെയുള്ള താമസിക്കുന്ന ഒട്ടുമിക്ക ആളുകളും അവർക്ക് ലഭിച്ചതിൽ കൂടുതൽ സ്ഥലം കയ്യേറിയിട്ടുണ്ട്. അത് ഏത് മതവിഭാഗം എന്നല്ല, എല്ലാ മതവിഭാഗങ്ങളും. അതിലിപ്പം താമസിക്കുന്നതിന് മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങളുണ്ട്, ആരാണെങ്കിലും. അപ്പോൾ ഇത്തരത്തിൽ കയ്യേറ്റങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. സർക്കാർ അതിന് കൃത്യമായിട്ട് അവർ വാങ്ങിച്ച ഡോക്യുമെൻ്റ് വെച്ചിട്ടുള്ളത് അവർക്ക് ഇത് കൊടുക്കൽ ആവശ്യമാണ്. അവർ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അതിനുള്ള ശ്രമം സർക്കാർ ചെയ്യുന്നില്ല. ഇപ്പം കൈവശമിരിക്കുന്ന ഭൂമി ചർച്ചിന് കൂടുതലുണ്ടെങ്കിൽ, കൈവശം ഉണ്ടെങ്കിൽ അവർക്ക് അതും പതിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. അല്ല, അവരെ 20 സെൻറ്റ് നിർത്താൻ വേണ്ടിയിട്ടില്ല. ഇത് ഗവൺമെൻറ് പറ്റി തെറ്റാണല്ലോ. നേരത്തെ മുതലേ ഈ പറയുന്ന കരമടയ്ക്കും ബാക്കി ഉണ്ടാകുമ്പോഴും ചെക്ക് ചെയ്യണ്ടേ? അപ്പോൾ കൂടുതൽ കൈവശം ഉണ്ടെങ്കിൽ കൈവശമുള്ളത് പതിച്ചു കൊടുക്കാനായിട്ടുള്ളത് സർക്കാരിനുണ്ട്. ഞാൻ പറഞ്ഞത് ഒരാളെയും ഈ പറയുന്ന ഒഴിവാക്കാൻ തന്നെ ചെയ്യാൻ സർക്കാരിന് കഴിയും. പക്ഷേ സർക്കാർ അതിന് മുതിരുന്നില്ല. ഇതാണ് പ്രശ്നം. ഈ വിഷയമായി സംബന്ധിച്ചൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ ഇടുക്കിയിൽ എത്ര നാളുകളായിട്ട് അവിടെ ഒരു മലമ്പ്രദേശത്തൊരു കുരിശ് നാട്ടിയിരുന്നു. അതെ. ഇപ്പം ഈ അവസരത്തിൽ പോയിട്ട് അത് പിഴുത് മാറ്റേണ്ട ഒരു ആവശ്യമുണ്ടോ? അത് അങ്ങനെ അന്ന് സ്ഥാപിച്ച സമയത്ത് അത് തെറ്റാണ്, അത് പുറമ്പോക്കിലാണെന്നുണ്ടെങ്കിൽ അന്ന് ആക്ഷൻ എടുക്കേണ്ടല്ലേ? അപ്പോൾ വാസ്തവത്തിൽ ചെയ്യേണ്ട ഗവൺമെൻറ് എന്താ? അന്നത്തെ ഇത് സ്ഥാപിച്ച സമയത്തുള്ള അവിടുത്തെ വില്ലേജ് ഓഫീസർ ആരായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഒഫീഷ്യൽസ് ആരാണെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം ചെയ്തിട്ടല്ലേ ചെയ്യേണ്ടത്? അല്ലാത്തൊരു സമൂഹത്തെ, ഞാൻ പറഞ്ഞത് ആരും ആയിക്കോട്ടെ, ഒരു സമൂഹത്തെ, അതായത് പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ ഈ സമയത്ത് അത്തരത്തിൽ വെറുപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഇതിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഒഫീഷ്യൽസിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തെങ്കിലും അത്തരത്തിൽ ഏതെങ്കിലും കയ്യേറ്റങ്ങളുണ്ടെങ്കിൽ, സർക്കാരിൻ്റെ ഭൂമി എന്ന് പറയുമ്പോൾ കയ്യേറ്റങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും ഇടപെടേണ്ട ആളുകളുണ്ടല്ലോ, അവർ അന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഒരു നടപടി വന്നാൽ മേലിൽ ഒരു കയ്യേറ്റങ്ങളും ഉണ്ടാവില്ല കൃത്യമായിട്ട്. അതിന് പകരം തിരിച്ച് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത് തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അതുപോലെ തന്നെ തുടരുകയാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസവും ഒക്കെ ആയിട്ട് 45 പേർക്ക് മെമ്മോ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇനിയും ബാക്കിയുള്ളവർ സമരത്തിൽ തുടരുകയാണ്. എങ്ങനെയാണ് ഈ സമരത്തെ നോക്കി കാണുന്നത്? ഈ PSCയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്
20 ആളെ ആവശ്യമുണ്ടെങ്കിൽ 20 ആളല്ല റാങ്ക് ലിസ്റ്റിൽ വരുന്നത്, അതിൽ കൂടുതൽ ആളുകൾ റാങ്ക് ലിസ്റ്റിൽ വരും. അപ്പോൾ ഏത് റാങ്ക് ലിസ്റ്റ് എടുത്താലും ആ റാങ്ക് ലിസ്റ്റിലെ എല്ലാവർക്കും നിയമനം ലഭിക്കാറില്ല. അതൊരു വാസ്തവമാണ്. അപ്പോൾ അതിൽ 45 ആൾക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ അതിന് അനുകൂലമായ ഒരു നിലപാടെടുത്തു എന്നുള്ളതാണ്. പിന്നെ അവർക്കതിൽ തെറ്റായിട്ടുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും കേസിന് പോവാം. അതിൽ തെറ്റായിട്ടുള്ള ആളുകളെയാണ് എടുത്തിട്ടുള്ളത്, ഞങ്ങൾക്ക് കിട്ടണ്ടായിരുന്നു, റാങ്ക് ലിസ്റ്റിലുള്ള മുന്നിൽ നിൽക്കുന്ന ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കോടതി പോകുന്നതാണ്. ഇവിടെ ഉദ്യോഗാർത്ഥികൾ പറയുന്നത് കൃത്യമായ ഒഴിവുകൾ സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അതേസമയം തന്നെ പോലീസുകാർക്ക് സമ്മർദ്ദവും കൂടുതലാണ്, പോലീസ് സേനയിൽ മതിയായ ആൾബലവും ഇല്ലെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അത് വേറെ വാസ്തവമാണ്. ഈ കൃത്യമായി റിപ്പോർട്ട് ചെയ്താലും ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് കൊടുത്താലും അത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണ്ടേ? അതെ. കൊടുക്കാതെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്സ് അല്ലെങ്കിൽ മുകളിലുള്ളവരോ വേണമെങ്കിൽ മാറ്റിവെക്കാം. അപ്പോൾ അത് പലതിലും അത്തരത്തിലൊരു പ്രശ്നമുണ്ട്, അത് പരിശോധിക്കേണ്ടതാണ്. പക്ഷെ അതുകൊണ്ട് ഇവരുടെ റാങ്ക് ലിസ്റ്റിനെ മറികടന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് കോടതി പോകാനുള്ള റൈറ്റ് വരുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ഓർഡറിൽ റാങ്ക് ലിസ്റ്റ് പകരം റിപ്പോർട്ട് ചെയ്ത് അത്രയും അപ്പോയിൻമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ? കൃത്യമായി അത്തരത്തിൽ ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. അത് ഗവൺമെൻറ് ചെയ്യില്ല. കാരണം ഗവൺമെൻറ് ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാത്തടത്ത് പിന്നെ കൂടുതൽ അപ്പോയിൻമെൻറ്റ് നടത്തുമോ? ഇത് തന്നെ ഇപ്പോൾ 45 ലാസ്റ്റ് ഡേറ്റ് കൊടുത്തത് ഒരു പ്രശ്നം ഒഴിവാക്കാൻ എങ്ങനെയെങ്കിലും വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഇതും ചെയ്തോളണമെന്നില്ല. ഇവിടെ കേരളത്തിൽ സമീപകാലത്ത് ആത്മഹത്യകൾ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ കോവിഡിന് ശേഷം ആത്മഹത്യകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ഏറ്റുമാനൂർ, നമുക്ക് അവിടെ അടുത്താണ് ഏറ്റുമാനൂർ, ഒരമ്മയും 2 മക്കളും ട്രെയിനിന് മുമ്പിൽ ചാടി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരമ്മയും 2 മക്കളും ഞരമ്പ് കണ്ടിച്ച ശേഷം പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. ഇത്തരത്തിൽ ആത്മഹത്യകൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? സാമ്പത്തികം, മറ്റൊന്നുമല്ല. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആത്മഹത്യകളുടെ. അല്ലാത്ത ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ പ്രശ്നങ്ങളാണ്. ഇന്ന് ഈ ആത്മഹത്യകൾ ഞാൻ പറയുന്ന അടുത്ത 5 കൊല്ലം കൂടുമ്പോൾ ഇത് കൂടാനേ വഴിയുള്ളൂ. കാരണം അത്രയധികം ആളുകൾ ഇന്നിപ്പോൾ സ്റ്റുഡൻസ് പുറത്ത് പോകുന്നെല്ലാം ലോൺ എടുത്തിട്ടാണ് പോകുന്നത്. ആ മക്കളൊക്കെ തിരിച്ചു വരുമ്പോൾ പാരൻസിൻ്റെ പ്രോപ്പർട്ടി തിരിച്ചെടുക്കാൻ പറ്റാതെ, തിരിച്ചടവില്ല, ജപ്തികളിലും ഭാഗിക്കുമ്പോൾ ആ കുടുംബങ്ങളും അവസാനം പോകുന്നതിലേക്കൊക്കെ തന്നെയാണ്. ഇതിൽ വിഷയം എന്താണ്? നമ്മളിവിടെ പല ഇതും ഘോരഘോരം പറയുന്നുണ്ട്. സർക്കാർ വന്നതിന് ശേഷം ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ സ്റ്റേറ്റ് ഇപ്പോൾ 4-ാം വർഷം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പുതിയ മൊത്തം ഇത്ര റോഡ് കൊണ്ടു, ഇത്ര ഡെവലപ്മെൻറ്റ് കൊടുന്നു എന്നൊക്കെ പറയും. പക്ഷെ പ്രശ്നം എന്താ? 1.5 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടിയിലേക്ക് കടമെത്തി. ഇപ്പോൾ എല്ലാ നിലയ്ക്കും വലിയ കടത്തിലാണ് നമ്മളെല്ലാവരും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ വളരെ സൂചിപ്പിച്ചാണ്. അപ്പോൾ ആ കടമെടുക്കലിൻ്റെ ബാധ്യത നമ്മളെല്ലാവരും വരികയാണ്. നമ്മളെല്ലാവരും കടക്കാരെ. അപ്പോൾ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇത്തരത്തിലുള്ള ടാക്സുകൾ കൂടി, ഇലക്ട്രിസിറ്റിയുടെ കൂടി, ഇപ്പോൾ ഒരാളുടെ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പല ചിലവുകളും ചുരുക്കുന്ന ലിമിറ്റ്സ് ഉണ്ട്. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർ വീണ്ടും ലോൺ എടുക്കുന്നു. സർക്കാർ ലോൺ എടുക്കുന്ന മാതിരി ഇൻഡിവിജ്വൽ ലോൺ എടുക്കുന്നു. അവസാനം രക്ഷയില്ലാത്ത അവസ്ഥ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നു. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സർക്കാർ തീർച്ചയായും ഈ പറയുന്ന തൊഴിലവസരങ്ങളെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇവിടെ ആളുകൾക്ക് ജീവിതത്തിൻ്റെ നിലവാരത്തെ ഉയർത്തുന്നതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അത് വന്നാൽ മാത്രമേ ആത്മഹത്യ കുറയുള്ളൂ. അല്ലാതെ അതൊരിക്കലും നിൽക്കാൻ പോകുന്നില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ മുന്നണികളും പാർട്ടികളും സജീവമാക്കിയിരിക്കുന്നു. ഏറെക്കുറെ 3 പാർട്ടികളും വലിയ തോതിൽ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിലമ്പൂർ ഒരു പാതയുമായി ബന്ധപ്പെട്ട പണവും സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളും ചെയ്യാതിരുന്നതാണ്. അപ്പം NCP നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിലാണ് കൂടിയത്. അപ്പോൾ അവിടുത്തെ ആളുകളുമായിട്ട് ഞാൻ കാണുന്നുണ്ടായി. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വന്നൊരു അഭിപ്രായം എന്താണെങ്കിൽ അവിടെ പല വിഭാഗങ്ങളും പ്രശ്നങ്ങളിലാണ്. ഇപ്പോൾ ഇവർ തന്നെ ഈ ബൈപ്പാസിൻ്റെ ഫണ്ട് അലൊക്കേഷനിൽ അവർക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ആ പൈസ ഇപ്പോൾ കൊടുക്കാനായിട്ടുള്ളത് ഗവൺമെൻറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ്. താൽക്കാലികമായിട്ട് ഞങ്ങളിതാ അതിനൊരു ആക്ഷൻ എടുത്തു എന്ന് പറയാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. വ്യാപാരി വ്യവസായ സമൂഹം അതുപോലെ തന്നെ അവരെന്തായാലും സ്ഥാനത്ത് നിർത്തുമെന്ന് പറയുന്നുണ്ട്. SDP-യുടെ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെൻറ്റ് അവരവിടെ സ്ഥാനം നിർത്തുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ
ഇപ്പോൾ കോൺഗ്രസ്സിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായിട്ടില്ല. ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയില്ലെങ്കിൽ അയാൾ CPM സ്ഥാനാർത്ഥിയാവും എന്നുള്ളതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഏതായാലും ഒരു ടൈറ്റ് ഫൈറ്റാണ് അവിടെ നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത്. 2 കാരണങ്ങളെ കൊണ്ടാണ്. ഒന്ന്, ഈ സർക്കാരിനെതിരെ ഏറ്റവും അധികം ആരോപണം ഉന്നയിച്ച ഒരാളാണ് അൻവർ. LDFിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് അദ്ദേഹം UDFിൻ്റെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ UDFിൻ്റെ വിജയം എന്നുള്ളത് ഒരു സംശയം വേണ്ട, LDFിനെ സംബന്ധിച്ച് വളരെ ആഘാതങ്ങളുണ്ടായിരിക്കും. ഇനി വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും അസംബ്ലി തിരഞ്ഞെടുപ്പും വരികയാണ്. അതുപോലെ തന്നെയാണ് UDFിനും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇതിൽ UDFിന് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വരുന്ന തെരഞ്ഞെടുപ്പാക്കളെയും അതെല്ലാം ബാധിക്കാൻ പോവാണ്. കാരണം അൻവർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടും ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിഫറൻസ് എന്നുള്ളതിൻ്റെ 2000 വോട്ടിൻ്റെ അടുത്താണല്ലോ. അപ്പോൾ അവിടെ ഇത്തരത്തിൽ വ്യത്യസ്തമായ പല സ്ഥാനാർത്ഥികൾ വരുമ്പോൾ വോട്ടുകൾ വിഭജിക്കാൻ സാധ്യതകളുണ്ട്. അത് വിഭജിക്കുമ്പോൾ ആർക്കാണ് അതിൽ മെച്ചം കിട്ടുക എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ട്. 20,000-ൻ്റെ ഒരു മാർജിനിൽ UDF ജയിക്കുന്നൊക്കെ പലരും അൻവറടക്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും യാഥാർത്ഥ്യങ്ങളില്ല. ഞങ്ങളും NCPയും ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ, ഞങ്ങളിപ്പോൾ ഒരു മുന്നണിയിലില്ല, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർത്താം. അതുകൊണ്ട് തന്നെ NCPയും അവിടെ സ്ഥാനാർത്ഥി നിർത്തുന്നതിന് വേണ്ടി ഉള്ള ആലോചനയിലാണ്. അതിന് പറ്റുന്ന അവിടെ നിർത്തിയാൽ നമുക്ക് മാക്സിമം വോട്ട് ലഭിക്കാവുന്ന നല്ല സ്ഥാനാർത്ഥി ആരാന്നുള്ളതിനെ പറ്റി തീരുമാനിക്കാൻ ജില്ലാ കമ്മിറ്റിയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കഴിയുന്ന അടുത്ത ദിവസം തന്നെ അവർ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ നമ്മൾ പ്രഖ്യാപിക്കും. നമ്മൾ മത്സരത്തിലുണ്ട്. കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ ഒരു 5000 മുതൽ 10,000 വോട്ടെങ്കിലും പിടിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു മുന്നണിയിലും ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്നിട്ട് അത്രയും പിടിക്കാൻ കഴിഞ്ഞാൽ പാർട്ടിക്ക് അത് ഏറ്റവും വലിയൊരിതാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് അത് ഒരു വലിയ ശക്തി വരും. മാത്രമല്ല ഞങ്ങൾ പിടിക്കുന്ന വോട്ടായിരിക്കും ഈ പറയുന്ന LDFിൻ്റെയോ UDFിൻ്റെയോ ഈ പറയുന്ന തോൽവിക്ക് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ NCPയെ കൃത്യമായി അവഗണിക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണ്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈഴവ വോട്ടുകൾ കുറേയധികം BJPയിലേക്ക് പോകുന്നു എന്നൊരു കാര്യം നമ്മൾ നിലപാട് ചർച്ച ചെയ്തിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പുറത്ത് വന്നിട്ട് റിപ്പോർട്ട്, സ്ഥിരീകരിക്കാത്തൊരു റിപ്പോർട്ടാണ്. അതായത് കുട്ടനാട് മണ്ഡലം നഷ്ടപ്പെട്ട ഈഴവ വോട്ടുകൾ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ്റെ നോമിനിയായ ഒരു CPM നേതാവിന് നൽകുന്നു എന്ന തരത്തിൽ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും NCPSൻ്റെ കൈവശമുള്ള 3 സീറ്റുകളിൽ 1 നഷ്ടപ്പെടുകയാണ്. ഏറെക്കുറെ NCPSൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസിന് മുഖ്യമന്ത്രി അങ്ങനെ ഒരു അറിയിപ്പ് നൽകിയതായിട്ടും അറിയുന്നു. അതായത് കോട്ടയ്ക്കലോ ഏലത്തൂർ ഈ മണ്ഡലങ്ങളായിരിക്കും ലഭിക്കുക, അതിനകത്ത് കോട്ടയ്ക്കൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറായിക്കോളൂ എന്നുള്ളൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? അല്ല, ഇത് വളരെ നേരത്തെ ഞാൻ പറഞ്ഞാണ്. NCPക്ക് ഇനി 2 സീറ്റ് പോലും ഉണ്ടാവും എന്നുള്ള സംശയമാണ്. ഇപ്പോൾ കോട്ടയ്ക്കലും അവിടെ CPM മത്സരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനം ഈ പറഞ്ഞ് ജയിക്കാൻ കഴിയാത്ത കോട്ടയ്ക്കൽ മാത്രം കൊടുത്തുകൊണ്ട് ഏലത്തൂരും കുട്ടനാടും പിടിച്ചെടുത്താലും അതിൽ സംശയമൊന്നുമില്ല. കാരണം ഈ സിറ്റിംഗ് MLA ആയ നമ്മുടെ പാലയിലെ കാപ്പനെ മാറ്റിക്കൊണ്ടാണല്ലോ, ആ സീറ്റ് മാറ്റിക്കൊണ്ടാണല്ലോ വേറെ വിഭാഗത്തിന് കൊടുത്തുകൊണ്ട് ഇലക്ഷൻ നടന്നത്. അപ്പോൾ CPM അങ്ങനെ നടത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് സാധ്യതകൾ കൂടുതലാണ്. ഏതായാലും കുട്ടനാട് അടുത്ത പ്രാവശ്യം അത് UDFിൻ്റെ സീറ്റ്, UDF അവിടെ മത്സരിച്ചാൽ ജയിക്കും സംശയമില്ല. കാരണം അത്രയധികം പ്രശ്നങ്ങൾ അവിടെ നിലനിൽപ്പുണ്ട്. അത് തോമസ് തന്നെ മത്സരിച്ചാൽ തന്നെ അദ്ദേഹത്തിന് ജയിക്കാൻ എളുപ്പമല്ല. അടുത്ത പ്രാവശ്യം അവിടെ ലോക്കലായിട്ടുള്ള 3-4 കാൻഡിഡേറ്റ്സ് ഓൾറെഡി വർക്ക് തുടങ്ങിയിട്ടുണ്ട്. NCPന്ന് പുറത്താക്കിയ ഒരാളവിടെ വർക്ക് നടത്തുന്നുണ്ട്. നേരത്തെ NCPയിലുണ്ടായിരുന്ന വളരെ അറിയപ്പെടുന്ന ഒരാൾ UDFിൻ്റെ ഭാഗമായിട്ട് അവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. തോമസ് ഓൾറെഡി നിലവിലുണ്ട്. ഇതുകൂടാതെ UDFിൻ്റെ സീറ്റിൽ കണ്ണുവെച്ചുകൊണ്ട് വേറെ ചില ആളുകളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിലമ്പൂരിലെ പോലെ കുട്ടനാട് മണ്ഡലത്തിലും സ്വാഭാവികമായിട്ട് NCPക്ക് പ്രവർത്തകരുള്ള ഒരു പ്രദേശമാണല്ലോ. NCPയും കൂടി മത്സരരംഗത്തേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഞങ്ങളുണ്ടാവും, സംശയമില്ല. കാരണം ഞങ്ങളുടെ സീറ്റാണ്. ശരിക്കും പറഞ്ഞാൽ NCPയുടെ സീറ്റാണത്. അപ്പോൾ NCP തീർച്ചയായിട്ടും ആ സീറ്റ് മത്സരിക്കുന്നതിലേക്ക് പോവും, അതിൽ യാതൊരു സംശയം വേണ്ട. ഞങ്ങൾ കുട്ടനാടും ഏലത്തൂരും
മത്സരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അത് ആരുമായി ചേർന്നിട്ട് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ പിന്നെ തീരുമാനിക്കാം. പക്ഷെ മത്സരത്തിലുണ്ടാവും. 4 വോട്ടുകൾക്ക് വേണ്ടി നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന നിലപാടുകളല്ല രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊള്ളേണ്ടതെന്നാണ് NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ NA മുഹമ്മദ് കുട്ടി പറഞ്ഞു വെക്കുന്നത്. അടുത്ത ആഴ്ച മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.